ഒരു മനുഷ്യൻ ജീവനോടെ തീപിടിച്ചു മരിക്കുക. ചുറ്റും കൂടി നിൽക്കുന്ന ജനങ്ങൾ ഒന്നും ചെയ്യാതെ അത് കണ്ടുകൊണ്ടിരിക്കുക. ഒരാൾ അതിൻ്റെ ചിത്രം പകർത്തി പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയും വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ അവാർഡും പുലിറ്റ്സർ ഇൻ്റർനാഷണൽ അവാർഡുമൊക്കെ നേടുക. അതെ, ചരിത്രത്തിൽ ഇത്തരമൊരു സംഭവം നടന്നിട്ടുണ്ട്. ആ സംഭവമാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യു. സ്റ്റോറി ഫോർ യുവിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷം 1963. സൗത്ത് വിയറ്റ്നാമിൽ അക്കാലത്ത് ഗവൺമെൻറ്റിനെതിരെ ഒരു വലിയ പ്രതിഷേധം രൂപപ്പെടാൻ തുടങ്ങി. രാജ്യത്ത് 90% ഉണ്ടായിരുന്ന ബുദ്ധമത വിഭാഗക്കാരും ന്യൂനപക്ഷമായ കാത്തോലിക്ക വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന അവിടുത്തെ ഗവൺമെൻറ്റും തമ്മിലായിരുന്നു പ്രശ്നം. ഗോ ഡിൻ ഡയം ആയിരുന്നു സൗത്ത് വിയറ്റ്നാമിൻ്റെ അപ്പോഴത്തെ പ്രസിഡന്റ്. അദ്ദേഹം ഒരു കാത്തോലിക് വിശ്വാസിയായിരുന്നു. ഗവൺമെൻറ്റിലെ ഉന്നത പദവികളിലെല്ലാം കാത്തോലിക്കരെ മാത്രം നിയമിക്കുന്നു. പട്ടാളത്തിലുള്ള കാത്തോലിക്കർക്ക് മാത്രം നല്ല ആയുധങ്ങൾ നൽകുന്നു. മതം മാറാൻ വിസമ്മതിക്കുന്ന ബുദ്ധമത വിഭാഗത്തിൽപ്പെട്ട പട്ടാളക്കാർക്കും മറ്റുദ്യോഗസ്ഥർക്കും അവരർഹിക്കുന്ന പ്രമോഷൻ നൽകാതിരിക്കുന്നു. കാത്തോലിക്കർക്ക് മാത്രം ബിസിനസ്സിനാവശ്യമായ സഹായങ്ങൾ നൽകുകയും ടാക്സ് ഇളവുകൾ നൽകുകയും ചെയ്യുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് ബുദ്ധമത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രതിഷേധം ആരംഭിച്ചത്. ഇതുകൂടാതെ കാത്തോലിക്ക പുരോഹിതർ അവർ നടത്തിയിരുന്ന പ്രൈവറ്റ് ആർമിയുടെ സഹായത്തോടെ ബുദ്ധമത വിശ്വാസികളെ നിർബന്ധിത മതം മാറ്റത്തിന് വിധേയമാക്കുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളതും അവരുടെ ആവശ്യമായിരുന്നു. ശക്തമായ പ്രക്ഷോഭം നടന്നിട്ടും പ്രസിഡന്റ് ഡയം അതൊന്നും കാര്യമായിട്ട് എടുത്തതുമില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം, കൃത്യമായി പറഞ്ഞാൽ 1963 ജൂൺ 10 അസോസിയേറ്റഡ് പ്രസിൻ്റെ സൈഗോൺ ബ്യൂറോ ചീഫായിരുന്ന മാൽക്കം ബ്രൗണിന് ഒരു സന്ദേശം എത്തുന്നു. സൈഗോണിലെ കംബോഡിയൻ എംബസിക്ക് മുമ്പിലെ റോഡിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോകുന്നു എന്നായിരുന്നു ആ സന്ദേശം. സത്യത്തിൽ അദ്ദേഹത്തിന് മാത്രമല്ല, മിക്കവാറും എല്ലാ പത്ര ഓഫീസുകളിലും ഈ സന്ദേശം എത്തിയിരുന്നു. എന്നാൽ അക്കാലത്ത് സാധാരണ നിലയിലുള്ള ധാരാളം പ്രക്ഷോഭങ്ങൾ നടക്കാറുള്ളതുകൊണ്ട് മിക്കവാറും എല്ലാ പത്ര റിപ്പോർട്ടർമാരും ആ വിവരം അവഗണിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മാൽക്കം ബ്രൗൺ അവിടെ പോയി നോക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ബ്രൗൺ രാവിലെ അവിടെ എത്തി. കുറച്ച് സമയം ഒന്നും സംഭവിക്കാതെ കടന്നുപോയി. പെട്ടെന്ന് റോഡിൻ്റെ ഒരു വശത്ത് ഒരു ഘോഷയാത്ര വരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബുദ്ധസന്യാസിമാരുടെ ഒരു ഘോഷയാത്രയായിരുന്നു അത്. ഏകദേശം 350ഓളം സന്യാസിമാർ 2 വരിയിലായി പങ്കെടുക്കുന്ന ആ ഘോഷയാത്രയിലുടനീളം ഡയം ഗവൺമെൻറ്റിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. റോഡിൻ്റെ ഒരു വശത്തുള്ള ഒരു സ്ക്വയറിലെത്തിയപ്പോൾ ഘോഷയാത്ര നിന്നു. പെട്ടെന്ന് അവരുടെ അടുത്തായി ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് 3 ബുദ്ധസന്യാസിമാർ ഇറങ്ങി വന്നു. അതിലൊരാൾക്ക് ഏകദേശം 60-65 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ക്വാൻ ഡൂക്ക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മുന്നോട്ട് വന്ന അവരിലൊരാൾ കയ്യിലുണ്ടായിരുന്ന ഒരു കുഷ്യൻ റോഡിൽ വെച്ചു. ക്വാൻ ഡൂക്ക് അതിലിരുന്നു. മൂന്നാമത്തെ ആളുടെ കയ്യിൽ ഒരു ക്യാൻ നിറയെ പെട്രോൾ ഉണ്ടായിരുന്നു. ഘോഷയാത്രയായി വന്ന സന്യാസിമാർ അവരുടെ ചുറ്റും വൃത്താകൃതിയിൽ നിലയുറപ്പിച്ചു. ധ്യാനത്തിലിരിക്കുന്നത് പോലെ ഇരുന്ന ക്വാൻ ഡൂക്കിൻ്റെ ശരീരത്തിലേക്ക് അവർ ആ പെട്രോൾ ഒഴിച്ചു. അതിനുശേഷം മന്ത്രോച്ചാരണങ്ങളോടെ ഡ്യൂക്ക് ഒരു തീപ്പെട്ടി കയ്യിലെടുത്തു. ചുറ്റും കൂടി നിന്ന സന്യാസിമാർ പതുക്കെ പുറകിലേക്ക് മാറി. ഡ്യൂക്ക് തീപ്പെട്ടി ഉരച്ച് കത്തിച്ചു. എന്നിട്ടത് പെട്രോളിൽ കുളിച്ചു നിൽക്കുന്ന സ്വന്തം ശരീരത്തിലേക്കിട്ടു. ഒരു നിമിഷം കൊണ്ട് തീ ആളിപ്പടർന്നു. ശരീരത്തെ തീ കാർന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ധ്യാനനിരതനായി തന്നെ ഇരുന്നു. ശരീരം വെന്തുരുകുമ്പോഴും അദ്ദേഹം നിലവിളിക്കുകയോ ഒരു ഇഞ്ച് പോലും ചലിക്കുകയോ ചെയ്തില്ല. കറുത്ത പുക അവിടെ മാറി വ്യാപിച്ചു. എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയായിരുന്നു. സന്യാസിമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരിൽ ചിലർ കത്തിയെരിഞ്ഞുകൊണ്ടിരുന്ന ഡ്യൂക്കിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. എന്തിന്, അവരെ തടയാൻ നിന്നിരുന്ന ചില പോലീസുകാർ പോലും അദ്ദേഹത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. മാൽക്കം ബ്രൗൺ തുടർച്ചയായി ഫോട്ടോകൾ എടുത്തുകൊണ്ടിരുന്നു. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ഏറെക്കുറെ പൂർണ്ണമായും കത്തിയെരിഞ്ഞ് ഒരു കരിക്കട്ടയായി മാറിക്കഴിഞ്ഞിരുന്ന ഡ്യൂക്കിൻ്റെ ശരീരം പതിയെ പിന്നിലേക്ക് മറിഞ്ഞു വീണു. സന്യാസിമാർ ചേർന്ന് ആ ശരീരം ഒരു പെട്ടിയിലാക്കി കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹം ബുദ്ധമത വിശ്വാസികളുടെ ഇടയിൽ ഒരു രക്തസാക്ഷിയായി മാറി. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ മാൽക്കം ബ്രൗൺ എടുത്ത ആ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ ചിത്രങ്ങൾ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തു. കൂടാതെ സൗത്ത് വിയറ്റ്നാമിലെ ഈ പ്രക്ഷോഭം ലോക ശ്രദ്ധ നേടുന്നതിനും ഈ ഒരു സംഭവം കാരണമായി തീർന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.